ഇന്നലെ റിലീസ് ചെയ്ത വൈ എന്ന സിനിമയുടെ സംവിധായകൻ സുനിൽ ഇബ്രാഹിം, ഒപ്പം സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ച ധീരജ് ബെന്നി എന്നീ രണ്ടുപേരാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. ഇരുവർക്കും മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ആദ്യം സംവിധായകൻ സുനിൽ ഇബ്രാഹിമിലേക്ക് വരുമ്പോൾ, 2 ചിത്രങ്ങൾക്ക് ശേഷം തങ്ങളുടെ 3ാമത്തെ ചിത്രമാണ് വൈ എന്ന ചിത്രം. ഏതാണ്ട് 40ഓളം പുതുമുഖങ്ങളെ അണിനിരത്തിയാണ് ചിത്രം ചെയ്തിരിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം ഇന്നലെയാണ് റിലീസിംഗ് എങ്കിൽ പോലും ഒരുപാട് പേർക്ക് ചിത്രം കാണുവാനുണ്ട്. ഒരുപാട് വ്യത്യസ്തതകൾ ചിത്രത്തിലുണ്ട് എന്ന് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ ചിത്രത്തെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുണ്ട്. ഇതൊരു ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമയാണ്. അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് പ്രേക്ഷകർക്ക് ഒരു 2 മണിക്കൂറിന് താഴെ ഇതിൻ്റെ ഡ്യൂറേഷനുള്ളൂ. അത്രയും നേരം പൂർണ്ണമായിട്ടും സിനിമയിലേക്ക് തന്നെ ഇൻവോൾവ് ചെയ്തിരിക്കാൻ പറ്റുന്നൊരു സിനിമ ചെയ്യണമെന്നായിരുന്നു നമ്മൾ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് സമയത്ത് തൊട്ട് വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ റിവ്യൂസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സിനിമയിൽ തുടക്കം തൊട്ട് ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഒരു ക്യൂരിയോസിറ്റി, കുറേ ചോദ്യങ്ങൾ ഓഡിയൻസിന് മനസ്സിലുണ്ടാക്കുക. എന്താണ് സംഭവിക്കുന്നത്, ആരാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ തന്നെ ഗസ് ചെയ്യുമല്ലോ. ഇപ്പോൾ കഥ നമ്മൾ ഏത് സിനിമ കണ്ടാലും നമ്മൾ വിചാരിക്കും ഈ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ഗസ്സുണ്ട്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ചിത്രങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ ആ ഒരു ഗസ്സാണ് അവരുടെ അറ്റാച്ച്മെൻറ്റ് സിനിമയായിട്ടുള്ള. അപ്പോൾ അവർക്ക് സിനിമയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ഉള്ളിൽ തന്നെ. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളിലൂടെ സിനിമയുടെ അവസാനം വരെ കൊണ്ടുപോയും അതിൽ ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കി ഒരു ത്രിൽ മീൻസ് ഒരു വെടി പുക, കാർ ചേസ്, അങ്ങനെയുള്ള ത്രില്ലല്ല ഉദ്ദേശിക്കുന്നത്. കഥ തന്നെ അവരുടെ ഉള്ളിൽ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ ഒരു സിനിമയാണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ അതിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ആ സിനിമ. ഇപ്പോഴത്തെ ഒരു സ്ട്രീറ്റിൽ തന്നെ നടക്കുന്നൊരു കഥയാണ്, ഒരു സംഭവമാണ്. അതിൽ ഒരു 40ഓളം പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രതികരണങ്ങളും അവരൊക്കെ കഥാപാത്രങ്ങളായി മാറുകയാണ്. ഒരു റിയൽ ടൈം മൂവിയാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകതകൾ സിനിമയുടെ. മറ്റ് ചിത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള മറ്റ് ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് 2 മണിക്കൂർ കഥ പറയുമ്പോൾ ഒരു ദിവസം നടക്കുന്ന കഥയാണ്. ഒരു ദിവസം നടക്കുന്ന കഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. തിരുവനന്തപുരത്തുള്ള ഒരു സായാഹ്നം, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി വരുന്നു, പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നു. പിന്നെ തുടർന്ന് കഥ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രത്യേക അഭിനയ മുഹൂർത്തങ്ങളോടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും നമുക്ക് ചിത്രത്തിൻ്റെ ട്രെയിലർ ഒന്ന് കാണാം. നമുക്ക് ധീരജിലേക്ക് വരുമ്പോൾ, ധീരജ് ബെന്നി എന്ന ആൾ പുതുമുഖമാണ്. ഏതാണ്ട് 1200ഓളം പേരെ ചിത്രത്തിൻ്റെ ഓഡീഷനിൽ നിന്നും 40 പേരെ തിരഞ്ഞെടുക്കുന്നു. ആ 40 പേരിൽ ഒരാളാണ് ധീരജ് ബെന്നി. ഓക്കെ, ആദ്യമായിട്ടാണ് ചിത്രത്തിൽ ഒരു സിനിമയിലേക്ക് കടന്നു വരുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു അഭിനയ മുഹൂർത്തത്തെ? സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടൊരു പടം ചെയ്ത് അത് തിയേറ്ററിലെത്താൻ, നമ്മുടെ സ്വന്തം ഫേസ് നമ്മൾ ആദ്യമായി വലിയ സ്ക്രീനിൽ കാണാമെന്നൊക്കെ പറയുന്നൊരു ഭയങ്കര എക്സൈറ്റിംഗ് മൊമെൻറ്റ്സ് ആണ്. മുമ്പ് ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് സുനിലേട്ടൻ്റെ ഒരു ഓഡീഷൻ കോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എല്ലാവരും ഫോട്ടോസ് അയച്ചു കൊടുക്കാനാണ് പറയുക. അപ്പം ഈ ഓഡീഷൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് വന്നിട്ട് പറഞ്ഞു, ഈ പാരഗ്രാഫ് നിങ്ങൾ അഭിനയിച്ച് കാണിക്കുക, സെൽഫി വീഡിയോ എടുത്തിട്ട് അഭിനയിച്ചിട്ട് അയച്ചതാ, ഞങ്ങളത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അന്ന് ഈ തരുന്ന പാസേജ് എന്ന് പറയുന്നത് നമുക്കത് എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാം. അതിലൊരു മൂഡോ ഒന്നും പറയണില്ല, വളരെ ന്യൂട്രലായിട്ടുള്ളൊരു പാരഗ്രാഫ് വന്നിട്ട് എങ്ങനെ വേണമെങ്കിലും അഭിനയിച്ച് കാണിക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര ട്രിക്കി ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡയറക്ടർ എന്ന ഒരാൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഭംഗിയായി തോന്നിയ ഒരു മോഡുലേഷനിൽ ഞാൻ ചെയ്ത് അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരാണ്, ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ കണ്ടു, കുഴപ്പമില്ല, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആണ്. സാധാ ത്രില്ലറല്ല, ഇതിൽ നിന്നൊരു അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീവിയേഷൻ ഉണ്ട്. അപ്പോൾ അത് ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെന്നും ആളത് എൻജോയ് ചെയ്യുന്ന മനസ്സിലായി. ഇപ്പോൾ കുറേ സെലിബ്രിറ്റീസ് ആയാലും ക്രിറ്റിക്സ് ആയാലും, ഇപ്പോൾ ലെൻസ്മാൻ, ടെക്കൻ ക്രോണിക്കിൾസ്, അങ്ങനെ കുറേ ആളുകൾ വളരെ നല്ല റിവ്യൂസ് ചെയ്തു നമ്മളെക്കുറിച്ച്. അപ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഓക്കെ, ചിത്രത്തിൻ്റെ ഓഡീഷനിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 1200 പേരിൽ നിന്നും സംവിധായകൻ്റെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ മനസ്സിൽ വെച്ചിട്ടാണ് സംവിധായകൻ സഞ്ചരിച്ചിരുന്നത്. ആ 40 പേരെ ആക്കിയെടുക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടോ, അതോ വളരെ സിമ്പിളായിട്ട് തന്നെയാണോ ഇവരെല്ലാം? ഇല്ല, നല്ല സമയം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എനിക്കൊന്നൊരു 6 മാസത്തിന് മേലുള്ള പ്രോസസ്സായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഒരു നായകൻ, നായിക, വില്ലൻ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. കാണുന്നവർക്ക് അവർ ആ റോഡിൽ തന്നെ ഉള്ളവരായിട്ട് തോന്നണം. ഇപ്പോൾ ഒരു ഓട്ടോക്കാരനെ കണ്ടാൽ അത് ഓട്ടോക്കാരനായിട്ട് തോന്നണം. അത് ഒരു നടൻ ഓട്ടോക്കാരനായിട്ട് അഭിനയിക്കുന്നു തോന്നി ഒരു 2 പേഴ്സണാലിറ്റി വരരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ കഥ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സിനിമ കാണുമ്പോൾ അത് കാണുന്നവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എഴുതുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ കുറേ രൂപങ്ങളുണ്ടാവും. ഇപ്പോൾ നോർമലി ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക, പിന്നെ നമ്മൾ ലിസ്റ്റ് നോക്കുക ഏതൊക്കെ നടന്മാരാണ് അവൈലബിൾ. എന്നിട്ട് നമ്മളെ കഥാപാത്രത്തിനെ നമ്മൾ ഇവരിലേക്ക്
മാറ്റും, ചിലപ്പോൾ അത് ഇമ്പ്രൂവ് ആവും, ചിലപ്പോൾ നമ്മുടെ കഥാപാത്രം മാറിപ്പോവും. ചിലപ്പോൾ ഡേറ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഉടനെ അതിന് കോംപ്രമൈസ് ചെയ്ത് വേറൊരാളിലേക്ക് മാറ്റും. അപ്പോൾ അങ്ങനെയുള്ള വിട്ടുവീഴ്ചകളൊന്നും ചെയ്യേണ്ടെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഓഡീഷൻ സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും, കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ അയക്കാൻ പറഞ്ഞാൽ ഈ 1200 വരും, ചിലപ്പോൾ 12,000 വരും. അപ്പോൾ നമുക്ക് അത് തന്നെ പണിയാവും. അത് പിന്നെ അതുപോലെ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ പലരും അതിനെ വളരെ ലാഘവത്തോടെ അപ്രോച്ച് ചെയ്ത വീഡിയോസ് ഉണ്ട് അതിനകത്ത് ചില ആൾക്കാർ. അപ്പോൾ അത് കാണുമ്പോൾ അറിയാം. അപ്പോൾ ജെനുവിനായിട്ട് പാഷനായിട്ടുള്ള ആൾക്കാർ ആ വീഡിയോയെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണമെന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ഒരു തമാശ പോലെ പറഞ്ഞാൽ ഒരാൾ അയച്ച വീഡിയോയുടെ ബാക്കിൽ അയാളുടെ അണ്ടർവെയർ വരെ തൂക്കിയിട്ടുണ്ട് അയാളുടെ ബാക്കിൽ. അപ്പോൾ ആ ഫ്രെയിമിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത്ര പോലും കെയർലെസ് ആയിട്ടും അയച്ചവരുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ എളുപ്പമായി വീഡിയോ എടുത്ത്. നല്ല ക്യാരക്ടേഴ്സ് കിട്ടി, കറക്റ്റായിട്ട് ഉള്ള ക്യാരക്ടേഴ്സിനെ കിട്ടി, എന്താണോ ഉദ്ദേശിച്ചത് അവരെ കിട്ടി. ഓക്കെ. ചിത്രത്തിലേക്ക് വരുമ്പോൾ ചിത്രം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസത്തെ കഥയാണ് പറയുന്നത്. അതിന് 2 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന സംവിധാനം അതായിട്ട് മാറ്റുന്നു. അപ്പോൾ കൂടുതലും രാത്രിയിലാണ് ഷൂട്ടിങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്. എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ശരിക്കും ചിത്രം പൂർത്തീകരിച്ചത്, ചിത്രീകരണം പൂർത്തീകരിച്ചത്? ഞങ്ങൾ 24 രാത്രികളാണ്. രാത്രി നമ്മൾ ഒരു 9 മണിയാകുമ്പോൾ ലൊക്കേഷനിൽ അസംബിൾ ചെയ്യും. പക്ഷേ അവിടെ ഓൾറെഡി ഒരു കുറേ ഷോപ്സൊക്കെ ഉള്ളൊരു സ്ട്രീറ്റ് ആയിരുന്നു. പിന്നെ നമ്മളവിടെ തട്ടുകടയും സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യും. നമ്മുടെ ആർട്ട് ഡയറക്ടർ ബാവ ആയിരുന്നു. അദ്ദേഹം അവിടെ ആ സ്ട്രീറ്റിനെ നമ്മുടെ സ്ട്രീറ്റാക്കി മാറ്റും. പിന്നെ അവിടുത്തെ മൊത്തം വണ്ടികൾ ഉൾപ്പെടെ പോകണം, കാരണം അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി പ്രശ്നം വരും. പിന്നെ ഞങ്ങൾ നമ്മുടേതായിട്ടുള്ള വണ്ടിയും പാസിങ് പോകുന്ന വണ്ടിയൊക്കെ പിന്നെ നമ്മളാണ് ഓർഗനൈസ് ചെയ്യേണ്ടത്. മിക്കവാറും നമ്മൾ തുടങ്ങുമ്പോൾ 11 മണിയാവും, കാരണം സ്ട്രീറ്റ് ഒന്ന് നമുക്ക് വേണ്ടി കിട്ടണം. 5:30 ആകുമ്പോൾ ആ സമയത്ത് നേരം വെളുക്കുമായിരുന്നു. അപ്പോൾ അത്ര മണിക്കൂറുകളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ വളരെ അധികം റിഹേഴ്സലും പ്രിപ്പറേഷനും ചെയ്തിരുന്നത് കൊണ്ട് 24 രാത്രികൾ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ചിത്രത്തിൽ അലൻസിയർ മാത്രമാണ് അല്ലേ ഒരു ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആളെന്ന് പറയാം. ബാക്കിയുള്ള ആളുകളെല്ലാം പുതുമുഖങ്ങളാണ്. അത് എങ്ങനെയാണ് ചിത്രത്തിലെ ഒരു അല്ലെങ്കിൽ ആ ഒരു പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു സംവിധായകൻ എടുത്തിട്ടുണ്ടാവുന്ന ഒരു റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്ക് ഫാക്ടർ എത്രത്തോളമായിരുന്നു? അല്ലെങ്കിൽ കോൺഫിഡൻസ് ആയിരുന്നോ ശരിക്കും? കോൺഫിഡൻസ് അല്ല, അതൊരു ചലഞ്ചാണെന്ന് അറിയാമായിരുന്നു തീർച്ചയായിട്ടും. കാരണം ഞാൻ കഴിഞ്ഞ സിനിമകളിൽ എൻ്റെ കൂടെ അഭിനയിച്ചുള്ള നിവിൻ പോളി, ഇന്ദ്രജിത്ത്, ലളിത ചേച്ചി, ശ്രീനേട്ടൻ, പ്രതാപുത്തൻ സർ, അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ ഒരു 2 വർക്ക് ചെയ്തിട്ട് പുതുമുഖങ്ങളിലേക്ക് പോകുമ്പോൾ ഓഫ് കോഴ്സ് എനിക്കറിയായിരുന്നു അത് റിസ്ക് ആണെന്ന്. പക്ഷേ എനിക്ക് 100% അപ്പോഴും ഉറപ്പുള്ള ഒരു കാര്യമാണ്, ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ചിലപ്പോൾ അമേസിംഗ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ടാവും ഒരവസരം കിട്ടാതെ, അല്ലേ? എല്ലാ കാര്യത്തിലും, ഡയറക്ഷനിലായാലും എഴുതുന്നതായാലും ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവസരം കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ അവരിൽ നിന്നും ഒരു 40 പേരെ ഫൈൻഡ് ഔട്ട് ചെയ്തെടുത്ത് അവരുടെ പാഷനും നമ്മുടെ പാഷനും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു വേവ് ലെങ്ത് ഉണ്ടല്ലോ, അതിലൊരു മിറക്കിൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. എക്സാക്ട്ലി അത് തന്നെയാണ് സംഭവിച്ചിരുന്നത്. ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ, കാരണം ഞാൻ വിചാരിച്ച അത്ര പാടുപെട്ടില്ല. ഞാൻ ഒരു ക്യാമ്പും ഒരു ഫാമിലി പോലെയായി. നമ്മൾ ഭയങ്കര വേവ് ലെങ്തായി. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവേണ്ട രീതിയിൽ നമ്മൾ തമ്മിലൊരു അടുപ്പം ഉണ്ടായി. വളരെ പേഴ്സണലി ഇപ്പോൾ നമ്മളെല്ലാവരും പരസ്പരം നമ്മുടെ ഫാമിലീസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന രീതിയിൽ അറ്റാച്ച്ഡ് ആണ് നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഗുണം ആ സിനിമയുടെ മേക്കിങ്ങിൽ വന്നുകൊണ്ടാണ് 24 ചെറിയ നൈറ്റുകൾ കൊണ്ട് നമുക്കത് തീർക്കാൻ പറ്റിയത്. ഈ ഒരു ടൈമിൽ ഒരു ചോദ്യം കൂടി വരുന്നത്, അതായത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു. സിനിമകളെല്ലാം പുതുമുഖങ്ങളാണ്, സംവിധായകനടക്കം ആ സിനിമയിലെ നായകനും നായികയടക്കം എല്ലാം പുതുമുഖങ്ങളാണ്. അപ്പോൾ താങ്കളുടെ സിനിമയിൽ പുതുമുഖങ്ങളാണ് കൂടുതലെങ്കിലും സംവിധായകൻ 2 ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പുതുമുഖങ്ങൾ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചിട്ട് ഒന്ന് പറയാം. അല്ല, മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. നമ്മളൊരു കഥാപാത്രത്തിനെ മനസ്സിൽ കാണുമ്പോൾ ആ കഥാപാത്രമാക്കാൻ എത്ര ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളൊരു ചോദ്യം ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ഓപ്ഷൻസ് എന്നുള്ള ഇപ്പം നമുക്കൊരു 5 അല്ലെങ്കിൽ 10 താഴെയോ സൂപ്പർ സ്റ്റാർസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവരെല്ലാവരും ബിസി ആയിരിക്കും. ഇപ്പോൾ ഞാനുൾപ്പെടെയുള്ള ഫിലിമിൽ നിൽക്കുന്ന സംവിധായകർ, പണ്ട് തൊട്ടേ സിനിമ ചെയ്ത വളരെ കഴിവുറ്റ പ്രഗത്ഭരായ ഒരുപാട് സംവിധായകർ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയതായിട്ട് കടന്നു വരുന്ന ഇഷ്ടംപോലെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അവിടെ നിന്ന് വരുന്ന സംവിധായകരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഈ 10 താഴെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് നോക്കി കാത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും ഒരുപാട് ടാലൻസ് കൊണ്ടുവരാനുണ്ട് സിനിമയിൽ. നമുക്ക് ഒന്നല്ലെങ്കിൽ ഒരു ഓപ്ഷൻ, കാരണം ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിന് വേണ്ടി 2 വർഷം കാത്തിരിക്കുന്നതിന് പകരം എൻ്റെ കഥ പറയാൻ പറ്റുന്ന ആൾക്കാരെ എനിക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്രയും സിനിമ വരുന്നത് എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് സംവിധായകരും ആൾക്കാരും ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും. ഏറ്റവും വലിയ സന്തോഷം ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്നുള്ളതാണ്. കാര്യം കഥ നല്ലതാണെങ്കിൽ, മേക്കിംഗ് നല്ലതാണെങ്കിൽ അത് വളരെ അണ്ടർലൈനിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. കുറേ പുതുമുഖങ്ങൾ വന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. തീർച്ചയായിട്ടും അവിടെ ഒരു ക്വാളിറ്റിയുള്ള ഫിലിം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾക്ക്
അത് നല്ല ഒരു സിനിമയാണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ഓരോ ദിവസവും തിയേറ്ററിൽ ആൾ കൂടി വരുന്നുണ്ട്, അപ്രിസിയേഷൻ കൂടി വരുന്നുണ്ട്. ചിത്രത്തിലേക്ക് വരുമ്പോൾ ചിത്രത്തിൻ്റെ BGM ഉൾപ്പെടെ ഉള്ള സംഭവങ്ങൾ മെജോയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗാനങ്ങളിലേക്ക് വരുമ്പോൾ എത്ര ഗാനങ്ങൾ? 2 ഗാനങ്ങൾ. ഒരു പ്രൊമോ സോങ് ഉൾപ്പെടെ 3 ഗാനങ്ങളാണ് ചിത്രത്തിൽ. പ്രമോദ് ഭാസ്കർ, നിതീഷ് അവരാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ചിത്രം ഗാനം ശരിക്കും ഇപ്പോൾ യൂട്യൂബിലൊക്കെ നന്നായിട്ട് അതെ റിസൾട്ടുള്ള ഒരു ഗാനം കൂടിയാണ്. നമുക്ക് ഗാനം ഒന്ന് കേൾക്കാം. ഓക്കെ. ഈ തെരുവിൽ പടരും ഇരവിൻ അലയിൽ മറയുന്നു നേരുകൾ, ഏതറിവിൻ കനലിൽ ഉരുകുന്നകലെ അലയുന്ന താരകൾ. നോവിഴകൾ തുന്നുമീ മാത്രയിൽ പാഴ്ക്കനവ് തന്നിടാൻ മാത്രമായി നിലവിൻ്റെ കണ്ണിലായിതാ ഒലിയുന്നു മോഹനാളം, മുകിലിൻ്റെ മൗനഭാവമായി അകലുന്നതേതു കാലം. ചിത്രത്തിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ പുതുമുഖങ്ങളാണ് അഭിനയിക്കുന്നെങ്കിലും ടെക്നിക്കൽ ഭാഗം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പറയുമോ അതിനെക്കുറിച്ചിട്ട്? അല്ല, അത് ഇങ്ങനൊരു സിനിമ ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു കഥ ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ വന്ന ആൾക്കാരാണ് ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ്. കാരണം ഇതൊരു സ്ട്രീറ്റിൽ നടക്കുന്ന കഥയാണ്. ആ സ്ട്രീറ്റ് അല്ലാതെ വേറെ ലൊക്കേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് മടുക്കാൻ പാടില്ലെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഒരേ ലൊക്കേഷൻ കണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ആർട്ട് ഡയറക്ടറോട് പറഞ്ഞത് ഇതിനകത്ത് പുരാണ കഥയൊന്നുമല്ല, നമുക്ക് ആ സ്ട്രീറ്റിനെ ഒന്ന് ഡിസൈൻ ചെയ്യുക, പിന്നെ ഡയറക്ടറുടെ കൂടെ ഇരിക്കണം, എന്നിട്ട് ഓരോ ഫ്രെയിമും പുതുമ ഉണ്ടാക്കി തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എഡിറ്റർ സാജനാണ്. സാജൻ എൻ്റെ കഴിഞ്ഞ 2 പടങ്ങളും എഡിറ്റ് ചെയ്ത ഒരാളാണ്. സാജൻ ഒരുപാട് കൊമേഴ്ഷ്യൽ പടങ്ങളുടെ ഒരു 50-ലധികം കൊമേഴ്ഷ്യൽ പടങ്ങളുടെ നല്ലൊരു എഡിറ്ററാണ്. അപ്പോൾ സാജൻ ഒരു ഡയറക്ടർ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞ ഒരാളല്ല. നമ്മൾ എഡിറ്റിംഗ് റൂമിൽ അടിയുണ്ടാക്കും, ഞങ്ങൾ ഡിബേറ്റ് ചെയ്യും, വീണ്ടും കാണും. അങ്ങനെ നല്ലൊരു ഇൻവോൾവ്മെൻ്റ് ഉള്ളൊരു ആത്മാർത്ഥമുള്ളൊരു എഡിറ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ പടത്തിൽ എൻ്റെ എന്തെങ്കിലും കുറവുകൾ വന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ വേണം അത് ഫൈനൽ ഔട്ട് എടുക്കാൻ എന്ന് തോന്നി. ഇത്രയും 40ഓളം ആൾക്കാർക്ക് വേറിട്ട് കാണണം. ഒരിക്കൽ കണ്ടിട്ട് പിന്നെ അവർ വീണ്ടും കാണുമ്പോൾ ആൾക്കാർക്ക് അവരെ മറന്നു വരുത്. അപ്പോൾ ഒരു യുണീക്ക് ലുക്ക് അവർക്ക് ഉണ്ടാക്കി തരണം. കാസ്റ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. സമീറ സനീഷിനെ പോലെ ഒരാൾ വന്നപ്പോൾ എല്ലാവരുടെയും കോസ്റ്റ്യൂമും അവരുടെ അപ്പിയറൻസും കൊണ്ട് അവരെ വ്യത്യസ്തമാക്കി തന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. കാരണം ഇത് ഒരു ഡിഫറെൻറ്റ് മൂഡിലൂടെ പോകുന്നൊരു സിനിമയാണ്. ഒരേ സ്ഥലത്താണ് ആൾക്കാർ ഇരിക്കുന്നത്. സിനിമയിൽ അവരെ ഹുക്ക് ചെയ്തിരുത്തണം. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് സോങ്സിനേക്കാളും. അപ്പോൾ ട്രാഫിക് ചെയ്ത മെജോ ജോസഫ് അല്ലാതെ വേറെ ഓപ്ഷൻ അവിടെ ഇല്ലായിരുന്നു. ട്രാഫിക്കിൽ അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂഡിലൂടെ പോകുന്നൊരു സിനിമയെ നമ്മളെ ഉള്ളിലേക്ക് എത്തിച്ചെന്നൊരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. എൻ്റെ ചാപ്റ്റേഴ്സും മെജോയാണ് ചെയ്യുന്നത്. അപ്പോൾ മെജോയും ഞാനും തമ്മിൽ അത്രയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള റാപ്പും ഉണ്ട് നമുക്ക്. അപ്പോൾ അതിന് മെജോയെ വെച്ചു. ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ ഈ സിനിമ കൊണ്ട് എനിക്ക് മാത്രമല്ല, ഒരു സിനിമ സ്വപ്നം കൊണ്ടുവന്ന 40ഓളം ആൾക്കാർക്കും
അവരുടെ ആദ്യത്തെ സിനിമ അവർക്ക് വേസ്റ്റ് ആയി പോകും. ബെസ്റ്റ് ആയി പോകും, ഒരുപാട് നഷ്ടങ്ങളാവും. അതെ അതെ, എല്ലാവർക്കും എല്ലാവരുടെ സ്വപ്നങ്ങളും പോകും. അതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജയേഷ് മോഹനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ജയേഷ് മോഹൻ്റെ ഫസ്റ്റ് ഫിലിമാണ് ക്യാമറയിൽ. പക്ഷേ ജയേഷ് മോഹൻ ഫോട്ടോഗ്രാഫി എന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അത്രയും ഫോളോവേഴ്സുള്ള ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പടം ഇപ്പോൾ പൂർത്തിയായി, മായാനദി, ആഷിഖ് കപൂറിൻ്റെ. അത് പുള്ളി നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ റിലീസ് കഴിഞ്ഞപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫി. അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ നമ്മൾ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, ധീരജിലേക്ക് വരുമ്പോൾ ധീരജ് ആദ്യ ചിത്രത്തിന് ശേഷം അവളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, അപ്പോൾ അടുത്ത എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ലഭ്യമായോ? അടിപൊളി. ബേസിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അരുൺ എന്നാണ്. അപ്പോൾ അതിലൊരു MNC വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ, ബാംഗ്ലൂരിലുള്ള പയ്യൻ നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ കൂടെയുള്ള കുട്ടീനെ കിഡ്നാപ്പ് ചെയ്യലാണ് സ്റ്റാർട്ടിങ് സീനിൽ. അപ്പോൾ അഭിനയം എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ചെയ്യാനാണ് സുനിലേട്ടൻ പറഞ്ഞു തന്നിരുന്നത്. നമുക്ക് ഓവറായിട്ട് ചെയ്യരുത്, നീ ഒരു സസ്റ്റെയിൻ ചെയ്ത് പോകണം ഒരു സംഭവം. അപ്പോൾ എൻ്റെ വിശ്വാസം അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റി എന്നാണ് സുനിലേട്ടൻ. അപ്പോൾ ഓഡിയൻസിനും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പടം കണ്ടു ഇറങ്ങുന്ന എല്ലാവരും പറഞ്ഞു, എടാ നീ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്, ഇതാണ് കറക്റ്റ് സാധനം, ഇത് സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ശരി, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സുനിലേട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചോദിച്ച് ഓരോ സീൻ കഴിയുമ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി പറഞ്ഞുതരും. അപ്പോൾ അത് എളുപ്പമായിട്ട് മാറി. ഓഡിയൻസ് റെസ്പോൺസ് വളരെ പോസിറ്റീവാണ്. പടം കണ്ട എല്ലാവരും കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. ഒരു ആക്ടർ പോലും മോശമായിരിക്കുന്ന ആരും പറഞ്ഞില്ല. ഫ്രഷേഴ്സ് ആണോ എന്നൊരു ചോദ്യം വരെ വന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്യാമ്പ് ഉണ്ട്, ഒരു 1 വീക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കോമ്പിനേഷൻ ഷോട്ട്സ് ഒക്കെ ഉണ്ട്, നമുക്ക് 7 to 8 ആൾ ഒരുമിച്ച് ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ റിഹേഴ്സ് ചെയ്തിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് സെറ്റിൽ വരുമ്പോൾ അതങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ഇമോഷൻസ് നമ്മൾ അപ്പിടണം, ബട്ട് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ പുതിയ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1-2 സ്ക്രിപ്റ്റൊക്കെ ഡിസ്കഷൻ നിൽപ്പുണ്ട്. ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ടില്ല. എന്തായാലും സുനിലേക്കായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ബാക്കി തീരുമാനിക്കാനായിട്ട്. എന്തായാലും എല്ലാം പോസിറ്റീവാണ്, ദൈവം സഹായിച്ചു. നല്ലൊരു സന്തോഷമുണ്ട്. ഓക്കെ, പിന്നീട് വരുമ്പോൾ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞില്ല. അല്ല, എൻ്റെ ടീമിലുള്ള, അതായത് ചാപ്റ്റേഴ്സിലും അരികിലൊരാളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിലും എൻ്റെ ഡയറക്ഷൻ സൈഡിലും എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അത് ഇതിലൊരു സ്ക്രിപ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ 15 പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ സ്ക്രിപ്റ്റ്. കാരണം ഇത് നമ്മൾ നിർബന്ധമായിട്ട് വിചാരിച്ചിരുന്നൊരു കാര്യമാണ്, ഇതിനകത്ത് ഡ്രാമ ആക്ടിങ്ങിലും വരരുത്, ഡയലോഗ്സിലും വരരുത് എന്ന് വിചാരിച്ചത്. കാരണം ഒരു പ്രേക്ഷകനെ ആരുടെയും കൂടെ, ഒരു മുഖ്യ കഥാപാത്രത്തിൻ്റെ കൂടെ അല്ലല്ലോ പ്രേക്ഷകർ യാത്ര ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഈസിയാണ്. കാരണം ആ സിനിമയുടെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് തന്നെ നമുക്ക് ഒരു കഥാപാത്രത്തിന് ഓഡിയൻസിന് ഇട്ട് കൊടുക്കാം, അയാളോട് ഓഡിയൻസിന് ഒരു സ്നേഹം ഉണ്ടാക്കാം, പിന്നെ അയാളുടെ പ്രശ്നങ്ങളിലൂടെ ഓഡിയൻസിനെ കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് ഓഡിയൻസ് എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു കാഴ്ചക്കാരനായിട്ട് ഒരു സ്ട്രീറ്റിലെ മറ്റൊരാൾ, ആ സ്ട്രീറ്റിൽ വന്നുവിട്ട ഒരാളായിട്ട് ഓഡിയൻസ് നിന്ന് സിനിമ മുഴുവൻ കാണേണ്ടി വരും. ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ ഇമോഷൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്ക്രിപ്റ്റ് എന്തായാലും അവസാനമായിട്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഒരിക്കൽ കൂടി? അല്ല, എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒരു മുൻവിധി ഒരു സിനിമയ്ക്കും, ഇപ്പോൾ എൻ്റെ സിനിമ എന്നുള്ളതല്ല, ഒരു സിനിമയും ഒരു മുൻവിധിയോടെ കാണരുത്. ഇത് എല്ലാ സിനിമയ്ക്കും. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഒരുപാട് പുതുമുഖങ്ങളുടെ സിനിമ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെളിയിലൊക്കെ ആണെങ്കിൽ ഒരു സിനിമ വരുമ്പോൾ ഫസ്റ്റ് ഡേ ആ സിനിമയെ വെൽക്കം ചെയ്യും. അത് മോശമാണെങ്കിൽ തള്ളിക്കളയും. അപ്പോൾ ആ ഫസ്റ്റ് ഡേ വെൽക്കമിങ് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം അതെന്തുകൊണ്ട് വെച്ചാൽ മുൻവിധിയാണ്. അത് കുറേ പുതിയ ആൾക്കാരുടെ സിനിമയാണ്, അത് മോശമായിരിക്കും എന്നുള്ളൊരു മുൻവിധിയാണ്. അപ്പം മുൻവിധി ഇപ്പം മാറി വരുന്നുണ്ട്, നല്ല ട്രെൻഡാണ് ഇപ്പോൾ വരുന്നത്. ആ മുൻവിധിയോടെ ഒരു സിനിമയെ കാണാതെ സിനിമയെ പോസിറ്റീവായിട്ട് വെൽക്കം ചെയ്യുക, നല്ലതല്ലെങ്കിൽ തട്ടിക്കളയുക, എല്ലാവരോടും പറയുക മോശമാണ് കാണരുതെന്ന് പറയുക, ഫസ്റ്റ് ഡേ തന്നെ മോശമായിട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷെ നല്ലതെങ്കിൽ അതേപോലെ തിരിച്ച് പറയുക, ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് കൂടെ നിൽക്കുക, ഒരു നല്ല സിനിമയുടെ കൂടെ നിൽക്കുക. ഓക്കെ, എന്തായാലും വൈ എന്ന ചിത്രം റിലീസിങ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഡയറക്ടർ കോൺഫിഡൻ്റ് ആണ്, മറ്റുള്ള അഭിനേതാക്കൾ എല്ലാവരും കോൺഫിഡൻ്റ് ആണ്. ആദ്യം അല്ലെങ്കിൽ ചിത്രത്തെ ഇറങ്ങുന്നതിന് മുമ്പുള്ള അഭിപ്രായങ്ങളല്ല, അതിനുശേഷമുള്ള അഭിപ്രായങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സംവിധായകൻ. തീർച്ചയായിട്ടും ചിത്രം ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം മോർണിംഗ് റിപ്പോർട്ടറിൽ നമ്മുടെ അതിഥികളായിട്ട് എത്തിയതിന് നന്ദി അറിയിക്കുന്നു.